ബോംബെയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ഇപ്പോൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. സുരക്ഷിതമായി തന്നെയാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത്. റോഷിപാൽ നമ്മളോടൊപ്പം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ വിമാനത്തിന്റെ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. വിമാനം എമർജൻസി ലാൻഡിങ്ങിന് ഒരുങ്ങുന്നു എന്ന വാർത്ത റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നു. ആ വിമാനം ഇപ്പോൾ സുരക്ഷിതമായി തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. ആശങ്ക ഒഴിയുന്നു. സുരക്ഷിതമായി തിരുവനന്തപുരം എയർപോർട്ടിൽ വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ലാൻഡ് ചെയ്തിരിക്കുന്നു. ബോംബെയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന വിമാനമാണ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. റോഷിപാൽ, സുരക്ഷിതമായി ലാൻഡ് ചെയ്തിട്ടുണ്ട്. യാത്രക്കാരെ ഒഴിപ്പിച്ചു തുടങ്ങിയോ? അരുൺകുമാർ, തീർച്ചയായും വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തിരിക്കുന്നു. യാത്രക്കാരെ ഒഴിപ്പിച്ചു. ഇനി വിമാനം പരിശോധിക്കണം. അതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിമാനത്തിൽ ലഗേജുകൾ അടക്കം പരിശോധിക്കണം. യാത്രക്കാരെയും പരിശോധിക്കും. ഏതെങ്കിലും തരത്തിൽ സ്ഫോടക വസ്തുക്കൾ അകത്ത് കയറിയിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടോ എന്നുള്ളതാണ് ഇനി പ്രധാനമായും പരിശോധിക്കുന്നത്. അതിന്റെ കാര്യങ്ങളാണ്, നടപടിക്രമങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. ഏതായാലും എമർജൻസി ലാൻഡിങ് വളരെ വിജയകരമായി തന്നെ, മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ടെലിഫോൺ വഴിയാണ് ബോംബ് ഭീഷണി വിമാനത്തിന് വന്നിരിക്കുന്നത്. ഏത് നമ്പറിൽ നിന്നാണ് ഭീഷണി വന്നിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായി പരിശോധിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് ഒരു ഭാഗത്ത് പരിശോധന നടക്കുന്നത്. അതിനൊപ്പമാണ് ഇനി ഈ ബോംബോ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കളോ ഈ വിമാനത്തിൽ ഉണ്ടോ എന്ന കാര്യം വിശദമായി പരിശോധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പരിശോധന തുടങ്ങും. പരിശോധന ലഗേജ് അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ CISFന്റെ ഡോഗൊപ്പം CISFന്റെ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഇതിനൊപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങളുമുണ്ട്. ഈ പുറത്തുനിന്ന് ചാക്കിയിൽ നിന്ന് ഫയർഫോഴ്സിനെ ഉൾപ്പെടെ, നിലവിലുള്ള ഫയർഫോഴ്സ് സംവിധാനത്തിന് പുറമെ ചാക്കിയിൽ നിന്നും അഡീഷണൽ ആയി ഫയർഫോഴ്സ് സംവിധാനത്തെ കൂടി വിളിച്ച് വരുത്തിയിട്ടുണ്ട്. നിലവിൽ സുരക്ഷിതമാണ്. എല്ലാം നിയന്ത്രണ വിധേയമായി തന്നെയാണ് കാര്യങ്ങൾ പരിശോധന ഉൾപ്പെടെ മുന്നോട്ട് പോകുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് വിമാനത്താവളം. എന്തായാലും ഭീതിയുടെ ആവശ്യമില്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്.